പ്രതി 3 മണിയായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്ന് മാത്രമല്ല, ഇവിടെ ഉള്ള പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുൾപ്പെടെ ഇവിടുത്തെ ക്രമീകരണങ്ങൾക്ക്, ഇവിടുത്തെ നടപടികൾക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് അധികൃതരോട് ആശുപത്രിയിൽ നിന്ന് റവന്യൂ അധികൃതർ നേരത്തെ വിളിച്ചറിയിച്ചത് 3 മണി എന്നുള്ളത് ഒരു 1:30-ക്കൊക്കെ മൃതദേഹം എത്തിച്ചാലും സംസ്കരിക്കാൻ തയ്യാറായി ക്രമീകരണങ്ങൾ പൂർത്തിയാക്കണമെന്നുള്ളതായിരുന്നു. അതായത് പരമാവധി വേഗത്തിൽ നടപടികളിലേക്ക് കടക്കാനുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ ആ സമയം ഇപ്പോൾ കുറച്ച് വൈകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. 3 മണിയെന്ന് പറഞ്ഞു, 3:30 അടുക്കുകയാണ്. ഏതായാലും ഒരു 4 മണിയോടുകൂടി അതിലേക്ക് കടക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. ഏതായാലും ഒരു കാലതാമസം അതിലുണ്ടാകും. എത്രത്തോളം ഈ പറഞ്ഞ മൃതദേഹങ്ങളെല്ലാം പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണമായും ഇന്ന് തന്നെ സംസ്കരിക്കാനാകുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരുപക്ഷേ മറ്റു നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ രാത്രി വൈകിയാലും അത് ഇന്ന് തന്നെ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഇതിനിടയിൽ കാലാവസ്ഥ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നുള്ളതാണ് വലിയ ഒരു ആശങ്ക. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ദേവാലയങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ, ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇപ്പോൾ ഇവിടേക്ക് വരികയാണ്. അവർ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടവരും അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയവരുമാണ്. മുസ്ലിം മഹല്ല് കമ്മിറ്റി ഭാരവാഹികളിൽ നിന്നുള്ള ആളുകൾ ഇതിനോടകം എത്തിയിട്ടുണ്ട്. മാരിയമ്മൻ കോവിലിൽ നിന്ന് ഈ പൂജകൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ സർവ്വമത പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട സാമുദായിക നേതാക്കൾ, മത നേതാക്കൾ അവർ ആ പന്തലിലേക്ക് എത്തുകയാണ്. ഇത് മാത്രമല്ല, വരുന്ന മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി PPE കിറ്റ് അണിഞ്ഞ് സന്നദ്ധ പ്രവർത്തകർ അവിടെ തയ്യാറായി നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. ഇവിടേക്ക് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ വരുന്നവർക്ക് പൂർണ്ണമായും പ്രോട്ടോകോൾ അനുസരിച്ചുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടി പാലിച്ചുകൊണ്ടാണ് അവർ ആ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുക. അവരെല്ലാം വെള്ള പുതച്ച് നീല കോട്ടൊക്കെ ഇട്ട് PPE കിറ്റ് ധരിച്ച് അവരെല്ലാവരും തയ്യാറാകുന്നു. ആ സർവ്വമത പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ആ പന്തലിൽ ടേബിളുകൾ തയ്യാറാവുകയാണ്. അവിടേക്കാണ് മൃതദേഹങ്ങൾ കൊണ്ടുവരിക. അവിടെയാണ് പ്രാർത്ഥന നടത്തുക. ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവരെ ഇവിടേക്ക് മാറ്റുക. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ, കൂടുതൽ സൈനികരൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇന്ന് ഈ 200ഓളം മൃതദേഹങ്ങൾ ഇവിടെ എത്തുന്നത് കൊണ്ട് തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുമെന്നുള്ളത് പ്രധാനമാണ്. ഒരുപക്ഷേ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ പോലും ഇവിടേക്ക് വരാം. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ആ വേദന തിന്ന് കഴിയുന്ന ആളുകളൊക്കെ ഇന്ന് ഇവിടേക്ക് വരാം. ക്രമസമാധാന ചുമതലയുള്ള ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് സൈനിക ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ന് വലിയ തിരക്കുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് നിയന്ത്രിക്കാൻ വല്ലാതെ പാടുപെടുകയും ചെയ്യും. ഒരുപക്ഷേ ഇത്രയേറെ മൃതദേഹങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ ഒരു നാടൊന്നാകെ ഇവിടേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യത. പുത്തുമലയിലേക്ക് മുണ്ടക്കയും പുഞ്ചിരിമറ്റവും ചൂരൽമലയും മെപ്പാടിയുമൊക്കെ പുത്തുമലയിൽ സംഗമിക്കുന്ന ഒരു കാഴ്ചയ്ക്കായിരിക്കും, അല്ലെങ്കിൽ ആ നാട്ടുകാരുടെയൊക്കെ ഒരു പരിച്ഛേദം ഇവിടെ രൂപപ്പെടുന്ന ഒരു കാഴ്ചയ്ക്കായിരിക്കുമെന്ന് അല്പം കൂടി കഴിയുമ്പോൾ സാക്ഷിയാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കാനാകുന്നത്. അതിനെ ആ രീതിയിൽ നിയന്ത്രിക്കുന്നതിനുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർവ്വതും നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ കഴിയുന്നവർ, സ്വപ്നങ്ങൾ പൊലിഞ്ഞതിൻ്റെ വേദനയിൽ കഴിയുന്നവർ, നിരാശ ബാധിച്ച് കഴിയുന്ന ആളുകൾ, അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഇനി എവിടെ പോയി തിരയുമെന്നറിയാതെ അന്തം കെട്ട അവസ്ഥയിൽ വല്ലാത്ത നോവുമായി കഴിയുന്ന ആളുകൾ, നോവ് തിന്ന് കഴിയുന്ന ആളുകൾ, അവരൊക്കെ ഒരുപക്ഷേ ഇവിടേക്ക് ഒഴുകിയെത്തും. കാരണം നാട്ടുകാരെ മുഴുവൻ കൊണ്ടുവരുമ്പോൾ ആ നാട്ടുകാരുടെ കൂട്ടത്തിൽ തങ്ങളുടെ കൂട്ടുകാരുണ്ടോ, തങ്ങളുടെ വീട്ടുകാരുണ്ടോ, തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം കൂടി നടത്തിയായിരിക്കും അവർ ഇവിടേക്ക് വരിക. ഇന്ന് ഈ സർവ്വമത പ്രാർത്ഥന നടത്തി യാത്രാമൊഴി നൽകുമ്പോൾ അക്കൂട്ടത്തിൽ തങ്ങളുടെ ഉറ്റവരുണ്ടോ എന്ന് അന്വേഷിച്ച് വരുന്ന ആളുകളുണ്ടാകും. അങ്ങനെ വല്ലാത്തൊരവസ്ഥയ്ക്കാണ് സ്മൃതി, വല്ലാത്തൊരു വൈകാരിക അന്തരീക്ഷത്തിലേക്ക് ആണ് കേരളം നടന്നെടുക്കാൻ പോകുന്നത്. ആ നിമിഷങ്ങളിലേക്കാണ് പുത്തുമല കേരളത്തെ ക്ഷണിക്കുന്നത്, മലയാളികളെ ക്ഷണിക്കുന്നത്, ലോകമെങ്ങുമുള്ള മനുഷ്യ മനസാക്ഷിയെ ക്ഷണിക്കുന്നത്. അത് കണ്ടു നിൽക്കാൻ ആർക്കൊക്കെ കഴിയുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. നേരത്തെ നമ്മൾ കണ്ടു ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നുള്ള പുരോഹിതർ ഇവിടേക്ക് വരുന്നത്. ഇപ്പോൾ മുസ്ലിം നേതാക്കളും മതനേതാക്കളും ഇവിടേക്ക് വരുന്നുണ്ട്. ഈ പ്രാർത്ഥനകൾക്ക്, ജനാസ നമസ്കാരത്തിനുൾപ്പെടെ നേതൃത്വം നൽകുന്നതിന് വേണ്ടി അവരെത്തുന്നുണ്ട്. അങ്ങനെ മതത്തിൻ്റെ വേലിക്കെട്ടുകൾ, വിശ്വാസത്തിൻ്റെ വേലിക്കെട്ടുകൾ, മതാചാരത്തിൻ്റെ നിയന്ത്രണങ്ങളും വേലിക്കെട്ടുകളും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് മനുഷ്യനൊന്നാണെന്ന ഒറ്റ കുടയ്ക്ക് കീഴിൽ കേരളം സംഗമിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടിയാണ് പുത്തുമല വേദിയൊരുക്കിയിരിക്കുന്നത്, വയനാട് വേദിയൊരുക്കിയിരിക്കുന്നത്. ഓരോ മതസ്ഥരും അവർക്ക് വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ അവർക്ക് ആ മതാചാര പ്രകാരമുള്ള യാത്രകൾ നടത്തുമെങ്കിൽ ഇന്ന് ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു കൂട്ടരുടെ മാത്രമല്ല, ഒരു മതത്തിൽപ്പെട്ടവരുടെ മാത്രമല്ല, ഏതെങ്കിലും ഒരു വിശ്വാസ പ്രമാണം മുറുകെ പിടിക്കുന്നവരുടെ മാത്രം പ്രാർത്ഥനയല്ല ഇന്ന് ഈ മണ്ണിലേക്ക് അടങ്ങാൻ വരുന്നവർക്ക് അവരെ കാത്തിരിക്കുന്നത്. എല്ലാ മതസ്ഥരുടെയും ലോകമെങ്ങുമുള്ള മലയാളികളുടെ പ്രാർത്ഥന ഒന്നാകെ ഇവർക്ക് എത്തുന്നു. ഇവിടെ കഴിയുന്ന ഓരോരുത്തരും എല്ലാവരുടേതുമാണ് എന്നുള്ള ഒരൊറ്റ ചിന്തയിലേക്ക് കാര്യങ്ങൾ മാറുന്നൊരു കാഴ്ച. അങ്ങനെ നാളിതുവരെ കണ്ടിട്ടുള്ള വേലിക്കെട്ടുകളും നിയന്ത്രണങ്ങളും നിയന്ത്രണ രേഖകളും എല്ലാം കടക്കുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടിയാണ്
ഈ നാട് സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ ഈ വന്ന ആളുകൾ നമുക്കറിയാം, ഞാൻ രാവിലെ മുതൽ വന്നപ്പോൾ തന്നെ പല ആളുകളും ഒറ്റയ്ക്കും കൂട്ടമായിട്ടും ഒക്കെ വന്ന ഈ പല കബറിടങ്ങളിലും പല കുടിമാടങ്ങളിലും വന്ന് പ്രാർത്ഥിച്ചു മടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കൂട്ടമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, കൈകൂപ്പി തലകുമ്പിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു പോകുന്നവരുണ്ട്. പക്ഷേ അതെല്ലായിടത്തും ഒരിടത്ത് മാത്രമായിട്ടല്ല അത്തരം പ്രാർത്ഥനകൾ അവർ ഒരുക്കുന്നത്. പേരില്ലാതെ ഊരില്ലാതെ തിരിച്ചറിയാൻ ആ കല്ലുകളിൽ എഴുതി വച്ചിരിക്കുന്ന, കറുത്ത മഷി കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന ആ നമ്പറുകളല്ലാതെ മറ്റൊന്നുമില്ല അവരെ തിരിച്ചറിയാൻ. അതാരാണെന്ന് ഇനി വ്യക്തമാകണമെങ്കിൽ, ബന്ധുക്കൾക്ക് അവരിലേക്ക് എത്തണമെങ്കിൽ ഇനിയും കാലമേറെ എടുക്കും. എത്ര കാലം കഴിഞ്ഞാലും ആ DNA പ്രൊഫൈലൊക്കെ മാച്ചായി വന്നു കഴിഞ്ഞാലായിരിക്കും ഒരുപക്ഷെ ആ ബന്ധുക്കൾക്ക് അവരുടെ അടുക്കിലേക്ക് എത്താനാവുക. നമുക്കിപ്പോൾ കാണാം, ഇവിടേക്ക് എത്തിയ ഈ ദുരന്ത ഭൂമിയിലേക്ക്, ഈ ശ്മശാന ഭൂമിയിലേക്ക്, സംസ്കാരം നടന്ന ഇടത്തേക്കെത്തിയ മുസ്ലിം പണ്ഡിതർ ആ കബറുകൾക്കുള്ളിൽ അടുത്തേക്ക് പോയി നിന്ന്, അല്ലെങ്കിൽ ആ കുഴിമാടങ്ങൾക്ക് അടുത്തേക്ക് പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച. അവർക്കും അറിയില്ല ആരാണ് ഇവിടെ അന്തി ഉറങ്ങുന്നതെന്ന്. അവർക്ക് വേണ്ടപ്പെട്ടവർ പോലും ഇവിടെ ഉണ്ടാകില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തരും അവർക്കെല്ലാം വേണ്ടപ്പെട്ടവരാവുകയാണ്, അവരുടെ എല്ലാം കുടുംബക്കാരാവുകയാണ്, അവരുടെ എല്ലാം കൂട്ടുകാരാവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വന്ന് ചിലർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പോയിരുന്നു. അവരൊന്നും ഏതെങ്കിലും ഒരു കുഴിമാടത്തിനരികിൽ മാത്രം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് മടങ്ങിയ കാഴ്ചയല്ല കണ്ടത്. ഇവിടെ നിന്ന് ഈ 8 കുഴിമാടങ്ങൾക്കരികിലും വന്ന് പ്രാർത്ഥിച്ചു പോയ ഒരു കാഴ്ചയാണ്. അങ്ങനെ ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി മാറുന്നൊരു കാഴ്ച.